മഹാലക്ഷ്മി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി ഒരു കടുത്ത തീരുമാനം എടുക്കുകയാണ് പ്രേക്ഷകരെ. നമ്മുടെ കണ്ണന്റെ ഒപ്പം ഇനി കമലേശ്വരത്തേക്കില്ല. താൻ ഒറ്റയ്ക്ക് എങ്ങോട്ടെങ്കിലും പോയാലും ശരി, എവിടെ അലഞ്ഞു തിരിഞ്ഞാലും ശരി, ഇനി കണ്ണനൊപ്പം ഒരു നിമിഷം പോലും താൻ ഒപ്പം ജീവിക്കില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിൽ, ഉറച്ച വാശിയിൽ തന്നെയാട്ടോ നമ്മുടെ മഹാലക്ഷ്മി. വേറൊന്നുമല്ല, തന്നെ താൻ ഇത്രയ്ക്കും സ്നേഹിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും ഇത്രയ്ക്കും കണ്ണന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചിട്ട് പോലും ഇങ്ങനെ ഒരു നാടകം, ഇത്രയും നമ്മുടെ മഹാലക്ഷ്മിയുടെ ഹൃദയം മുറിച്ചൊരു നാടകം കളിച്ച കണ്ണനോട് നമ്മുടെ മഹാലക്ഷ്മി ഇനി ക്ഷമിക്കത്തില്ല. മഹാലക്ഷ്മി തന്നെ ഒരു പെണ്ണിനും ക്ഷമിക്കാൻ സാധിക്കത്തില്ല അല്ലെ പ്രേക്ഷകരെ. അത്രയ്ക്കും വേദനിപ്പിച്ച് കൊത്തി നുറുക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും ആ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാകും. കുറെ കുത്തുവാക്കുകൾ കൊണ്ട് മൂടുന്നുണ്ട്. അങ്ങനത്തവൾ, ഇങ്ങനത്തവൾ, അങ്ങനത്തെ പെണ്ണ്, ഇങ്ങനത്തെ പെണ്ണ്, സ്വത്ത് കണ്ടുവന്നു, അത് കണ്ടുവന്നു, കണ്ണനെ ശരിക്കും ഇഷ്ടമല്ല, ഒരു മറ്റൊരു പുരുഷന്റെ സൗന്ദര്യം കണ്ടപ്പോൾ അത് തേടി പോയി എന്നൊക്കെ പറഞ്ഞ് കുറെ പറയുന്നുണ്ട് നമ്മുടെ അനന്തവും ലേഖയും കൂടെ. കണ്ണനാണെങ്കിൽ ഒരു തരി എതിർത്ത് പറയുന്നുമില്ല. കണ്ണനൊക്കെ തന്നെ നമ്മുടെ മഹാലക്ഷ്മിയെ കലിപ്പോടെ നോക്കി നിന്നതല്ലാതെ ഒന്നുമില്ല. നമ്മുടെ മഹാലക്ഷ്മി പാവം കണ്ണന്റെ കാലിൽ വീണ് പോലും പറയുന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും നമ്മുടെ കണ്ണൻ ആ വീൽ ചെയർ തള്ളി മാറ്റി അങ്ങാട് ഹുങ്കും കാണിച്ചു പോയതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എന്ത് വേണം ഇനി മഹാലക്ഷ്മി? മഹാലക്ഷ്മി ഉറപ്പായിട്ടും കണ്ണൻ ഇട്ടിട്ട് പോകണം. കണ്ണൻ ഇനിയും ഒറ്റയ്ക്ക് ജീവിച്ച് അതിന്റെ വിഷമം അറിയണം അല്ലെ പ്രേക്ഷകർ? അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് തന്നെയാണ് നമുക്ക് ആഗ്രഹവും വേണ്ടതും അല്ലെ കൂട്ടുകാരെ? നമ്മുടെ കണ്ണൻ ചെയ്ത തെറ്റിന് കണ്ണൻ അനുഭവിക്കുക തന്നെ വേണം. മഹാലക്ഷ്മി അങ്ങനെ പോന്ന് പറയുമ്പോ പോകാനും വാന്ന് പറയുമ്പോ വരാനും എന്താ വല്ല കളിപ്പാവയോ അല്ലെ പ്രേക്ഷകർ? എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.